ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സുപ്പു ഒരു അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ ഇന്നലെ വരെ ചെയ്ത് കാണിച്ചത് എല്ലാവരും എൻ്റെ ശിഷ്യരെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആ ഒരു വിശ്വാസത്തോടെ ഇന്നും ചെയ്ത് കാണിക്കുകയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. കിടുക്കാച്ചി ഐറ്റങ്ങളാണ് ഇന്നും ചെയ്ത് കാണിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതും നമ്മുടെ കുഞ്ഞു അടുക്കളയിലുള്ള കുറച്ച് ഐറ്റങ്ങളുമായിട്ടാണ് എന്നും വരുന്നത്. സുപ്പുവിൻ്റെ ഒരു ടിപ്പുകളെന്ന് വെച്ചാൽ വേവിക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയുള്ളതാണ് ചെയ്യുന്നത്. കുറുക്കുക അതൊന്നും വേണ്ട, എളുപ്പ പണിയാണ്. ഈ മടിച്ചിക്കോത നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എളുപ്പത്തിനുള്ള കിടുക്കാച്ചി ഐറ്റങ്ങളാണ്. അപ്പോൾ ചെയ്ത് നോക്കുമോ? ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ എപ്പോഴും വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. ഇപ്പം അതൊക്കെ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും എന്നൊക്കെ. നമ്മൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സത്യമായിട്ട്. നമ്മൾ എന്തിനാണ് കളതരം പറയുന്നത്? ഈ ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ കേട്ടോ ആ സംഭവങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു ഒരുപാട് വിലയായിരിക്കുമെന്ന്. പക്ഷേ ഈ ഓൺലൈനിലൊക്കെ ഇതൊക്കെ തുടങ്ങിയപ്പം നമ്മൾ അതിൻ്റെയൊക്കെ വില നോക്കിയാൽ തികച്ചും വിലക്കുറവിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ വീടുകളിൽ അനിയത്തിമാരും അനിയന്മാരും ഇപ്പം കൊണ്ടെത്തിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ആ കിടുക്കാച്ചി ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്നോ ഒക്കെ നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയട്ടെ. 1 2 4 കൂട്ടം ഐറ്റങ്ങൾ മതി ഇന്നത്തെ നമ്മുടെ ടിപ്പ് ചെയ്യാൻ. അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഐറ്റങ്ങളാണ്. ചെയ്യാൻ പറ്റിയ ഐറ്റങ്ങളല്ല, ചെയ്യാൻ പറ്റിയ ടിപ്പാണ് സുപ്പു ഇന്ന് കാണിച്ചു തരുന്നത്. അലോവേര ജെല്ല് വേണം, ഗ്ലിസറിൻ വേണം, ആൽമണ്ട് ഓയിൽ വേണം. നമ്മൾ കടലമാവ് എടുക്കുക, ബജിയൊക്കെ ഉണ്ടാക്കാൻ കടലമാവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടായിരിക്കും എല്ലാവരുടെയും വീടുകളിൽ അല്ലേ. അപ്പോൾ ആ കടലമാവിൽ നിന്ന് കുറച്ച് 1 സ്പൂൺ അടിച്ചു മാറ്റിയാൽ നമ്മൾ സുന്ദരിയാവാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്ക് ഒത്തിരി പ്രാവശ്യം കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ. ഇട്ടോ എന്നൊക്കെ എപ്പോഴും അപ്പം കേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ടോ. പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോഴാണ് ദൈവമേ ഇത്രമാത്രം ഇട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ നാണക്കേട് വരും. അപ്പം കേട്ടോ നേരത്തെയൊക്കെ ഞാൻ പറയുന്നത് അപ്പോഴ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഓർമ്മയിൽ തലയിൽ ഇവരൊക്കെ ഇങ്ങനെ ചിലരൊക്കെ പറയും ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അല്ല ഇപ്പോൾ ഉള്ളിടയ്ക്ക് ആരും ഒന്നും പറയുന്നില്ല. നേരത്തെ കമൻറ്റിലൊക്കെ വരുമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. ബാഡ് കമൻ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. നല്ല കമൻറ്റുകളാണ് എല്ലാവരും തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഫുള്ളൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ സുപ്പുവിനെ കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാം. ഒരുപാടൊന്നും എടുക്കണ്ട, കുറച്ച് മതി കേട്ടോ. നമുക്ക് 1 സ്പൂണ് വേണം കേട്ടോ. 1 സ്പൂണ് കടലമാവ്, 1 സ്പൂണ് കടലമാവ് എടുത്ത് കേട്ടോ. കാണുന്നില്ലേ എടുക്കുന്നത്? 1 സ്പൂണ് കടലമാവ്, 1 സ്പൂണ് കടലമാവ്. പോവാന്നോ? എന്നെ കളഞ്ഞിട്ട് പോവല്ലേ. 1 സ്പൂണ് കടലമാവ്. പിന്നെ നമുക്ക് അലോവേര ജെല്ല്. നമ്മുടെ അമ്മിണി മേളിൽ കിടന്ന് കൂകി അലയ്ക്കുന്ന കേട്ടോ. തുണി വാരിയിട്ട് കൊടുത്ത് രാവിലെ നമുക്ക് അലോവേര ജെല്ലിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ വേറൊരു ഇത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. വേറൊരു ചെറിയ ടിന്ന് ഞാൻ വാങ്ങിച്ചു. എപ്പോഴും നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ടേ ഗ്ലിസറിൻ. പിന്നെ നമുക്ക് ആൽമണ്ട് ഓയിൽ കേട്ടോ. വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഞാനും വിചാരിച്ചു സത്യം, ഞാൻ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ ആലോവേര ഇല്ലല്ലോ, മറ്റേത് ഒലീവ് ഓയിലിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരുപാട് പൈസയൊക്കെ ആവുമെന്ന്. പക്ഷേ ഒരുപാട് പൈസയൊന്നും ആവത്തില്ല കേട്ടോ. ആൽമണ്ട് ഓയിൽ നമുക്ക് വേണമെങ്കിൽ ഇനി നമ്മുടെ കടലമാവ് മിക്സ് ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
നല്ല മണമാണ്. ഇതൊരു ക്രീമി പരുവത്തിലാണ് കിട്ടുന്നത് നമുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വേണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല നമ്മുടെ നിവിയക്കുട്ടൻ. പക്ഷെ കടലമാവിനൊരു ലൈറ്റ് മഞ്ഞ കളറില്ലേ, നിവിയ എന്നൊക്കെ പറഞ്ഞാൽ നിവിയുണ്ട്. വേറെ ഏതാ ക്രീമുകൾ എനിക്കിഷ്ടം കേട്ടോ ഈ ഒരു കളറ്, ലൈറ്റ് മഞ്ഞ കളർ കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. നല്ല ലൈറ്റ് മഞ്ഞ കളർ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ആ ചെയ്തപ്പം തന്നെ അതൊരു നമ്മുടെ ഇതിനകത്ത് എത്രമാത്രം എനിക്ക് അറിയത്തില്ല കേട്ടോ. കളറ് അടിപൊളി കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നും ചെയ്യുമ്പോൾ മാറി കഴിക്കാൻ തോന്നും നമുക്ക്. ഈ ഐസ്ക്രീമൊക്കെ കിട്ടത്തില്ലേ ഇതേപോലെ ലൈറ്റ് കളറൊക്കെ ആയിട്ടുള്ളത്. ഇത് നമുക്ക് പുരട്ടി കൊടുക്കാം. മുഖം നന്നായിട്ട് കഴുകണം. ഒരു നനവോടെ, ഞാൻ പറഞ്ഞില്ലേ നനവോടെ, മുഖം കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. ഒരു നനവോടെ നമുക്കിത് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് കറക്റ്റ് അളവ് കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കണം. സുപ്പൂൻ്റെ നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവുകൾ അറിയാം. ഒരുപാട് നമ്മൾ അത്യാവശ്യം മാത്രം എടുത്താൽ മതി, കളയണ്ട കേട്ടോ. കളയണ്ട. ബാക്കി വരുന്നത് നമ്മുടെ കൈകളിൽ ഇട്ട് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ കളയരുത് കേട്ടോ. നമ്മുടെ മുഖത്ത് ഇടുന്നത് തന്നെ നമുക്ക് നമ്മുടെ കൈകളിലും ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മുടെ മുഖത്ത് മാത്രം ഇടുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോഴേ ഇത് ഒന്ന് തൊട്ടാൽ മതി വെളുക്കും. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട. ഇന്നത്തെ പേപ്പർ ഞാൻ നോക്കിയില്ല കേട്ടോ. പേപ്പറുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു. ഞാൻ തന്നെ ഇവിടെ നിരത്തി വെക്കുന്ന കേട്ടോ. ഇവിടെ എല്ലാം പേപ്പർ ഇരിപ്പുണ്ട്. അപ്പോഴേ എന്താണ് പറഞ്ഞത്, ഒന്ന് തൊട്ടാൽ മതി വെളുക്കും. ഏത് കറുത്തവരും വെളുക്കും. പിന്നല്ല, ഈ തൈലക്കാരൊക്കെ അങ്ങനെ നമ്മുടെ അടുത്ത് പറയത്തില്ലേ, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ഉളുക്ക്, ചതവ്, ഇതിനെല്ലാം നമ്മുടെ സുപ്പുവിൻ്റെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിനും നമുക്ക് എത്ര കറുത്തവരെയും വെളുപ്പിക്കുന്ന അത്ഭുത മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ ഈ സുപ്പുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോഴതെല്ലാം പരീക്ഷിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ തിരഞ്ഞെടുപ്പിനൊക്കെ നമ്മുടെ വോട്ടർമാരൊക്കെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കിടുക്കാച്ചി ഐറ്റങ്ങൾ കൊണ്ടാണ് സുപ്പ് നിങ്ങളുടെ അടുത്തോട്ട് എന്നും രാവിലെ വരുന്നത്. രാവിലെ വന്നിട്ട് വൈകിട്ടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. മിക്കവാറും ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. രാവിലെയാണ്. നമ്മുടെ നാമമൊക്കെ കേട്ടില്ലേ അമ്പലത്തിലെ കേട്ടോ. ചില ദിവസം നമ്മുടെ വീഡിയോ ഫുള്ള് തലേനത്തെ എല്ലാം എടുത്ത് കളയണമെന്നും പറഞ്ഞായിരിക്കും ഓർക്കും. പക്ഷേ എടുത്ത് കളയാൻ സമയം കിട്ടത്തില്ല. പിന്നെ നമ്മളെപ്പോഴും അങ്ങ് വീഡിയോ എടുപ്പല്ലേ കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ചില ദിവസത്തെയൊക്കെ സത്യം പറഞ്ഞാൽ അന്നുള്ളതൊന്നും അല്ലായിരിക്കും ഞാനാണേലും കാണുന്നത്. നിങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും ഞാനാണേലും കാണുന്നത്. നിങ്ങളാണെങ്കിലും കാണുന്നത് കേട്ടോ. നേരത്തെയൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നത് അത് നമുക്കൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരു ദിവസം ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ഇട്ട് പോകാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത് കളയുമ്പോൾ ഫുള്ള് അങ്ങനെ എടുത്ത് കളയരുത്. എനിക്കങ്ങനെ അക്കടി പറ്റും. ചില സമയത്ത് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തന്നെ ഫുള്ളങ്ങ് എടുത്ത് കളയും. അങ്ങനെ എത്ര പ്രാവശ്യം അക്കടി വന്നു. കഴിഞ്ഞ ആഴ്ച ഒരു അക്കടി പറ്റി കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ സുപ്പുവിൻ്റെ ഒരു ഇത്. പിന്നെ ഒരു സന്തോഷം ഇപ്പം നടന്നൊരു സംഭവം. ഇപ്പോൾ രാവിലെയല്ലേ, അപ്പോഴും ഞാൻ റോഡിലോട്ട് ഇറങ്ങി നിന്നപ്പം ഒരു ആൻറ്റി അങ്കിൾ കേട്ടോ. എനിക്ക് അടിച്ച് പ്രായമുള്ള, ഒത്തിരി പ്രായമില്ല. ഞാൻ വിചാരിച്ചു ആ ആൻറ്റി അന്ന് കേട്ടോ എൻ്റെ കൂടെ സ്റ്റിച്ചിങ് ഞങ്ങൾ പഠിക്കാൻ പോയായിരുന്നു. പള്ളിയിൽ ഞങ്ങൾ ഒരു യൂണിറ്റൊക്കെ തുടങ്ങിയായിരുന്നു. 60 പേരൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ആൻറ്റിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ അവിടെ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിടത്ത് അതായിരിക്കും, ആ ആൻറ്റി അതായിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നോക്കി ചിരിച്ചു. ആൻറ്റി അങ്കിളും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ചിരിച്ചു, പക്ഷേ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നേ. ഞാൻ അറിഞ്ഞില്ല, അവിടെ വരെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്നേരം എൻ്റെ മനസ്സിനകത്ത് പുള്ളിക്കാരിയാണെന്നുള്ള ഒരു ഇതാണ്. പക്ഷേ പുള്ളിക്കാരിക്കറിയാം ഞാൻ വേറെ ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയതാണ്. ഞാൻ മോന്ത വീർപ്പിച്ച് നിൽക്കാറില്ല. ആരെ കണ്ടിട്ടില്ലാത്തവരാണേലും ഞാൻ മുഖം വീർപ്പിച്ച് നിൽക്കത്തില്ല. വെറുതെ എങ്കിലും ഒന്ന് ചിരിക്കും കേട്ടോ. അപ്പോഴങ്ങനെ ചിരിച്ചപ്പോൾ പിന്നെ എനിക്ക് എവിടെ പോയതാണെന്നൊന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം രണ്ടുപേരും വണ്ടി നിർത്തി. ഏതോ ഒരു ആളിൻ്റെ പേര് പറഞ്ഞു, പക്ഷേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ.
പേര് ഞാൻ പറയുന്നില്ല. അവിടെ തിരക്കി വന്നേ അതൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ആൻറ്റിക്ക് കത്തി, ആൻറ്റി എൻ്റെ മുഖം എവിടെയോ കണ്ടു. അപ്പോഴെന്നോട് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി, സത്യമായിട്ട് വന്നേ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം വരുന്നത് കേട്ടോ. ആൻറ്റി അന്നേരം ചോദിക്കുകയാണ് യൂട്യൂബിലൊക്കെ ഉണ്ടോ അത്. എനിക്കങ്ങ് ഭയങ്കര എൻ്റെ മനസ്സിനകത്ത് ലഡു പൊട്ടി. 1 ലഡു അല്ല, 2 ലഡു അല്ല, 3 ലഡു പൊട്ടി കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ട്. ഞാൻ ഇന്നാളെ കണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് അപ്പോൾ ആൻറ്റി പറയുവാണ് നമ്മുടെ അണ്ണൻ ആ വീട് പണിഞ്ഞു കൊടുത്തതെന്ന് കേട്ടോ. പുള്ളിക്കാരനാ എനിക്ക് വീട്. ഞാൻ അന്നേരം ചോദിച്ചേ, യൂട്യൂബിൽ എന്നെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ചോദിച്ചേ എവിടാ വീട്. അപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ, കടമ്പനാട്ടുള്ളതാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻറ്റി അഥവാ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മളെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഒരു 3-4 പേരെയൊക്കെ നമ്മളെ അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അണ്ണന് വീട് പണിഞ്ഞു കൊടുത്തത്. പുള്ളിക്കാരൻ അറിവിടെ രൂപ ഉണ്ട്. എന്നോട് ചേച്ചി ആരാണെന്ന് ഞാൻ പറഞ്ഞു, ചേച്ചിയാണ് വീട് പണിഞ്ഞെന്നൊക്കെ. പക്ഷെ നിർത്തിയില്ല, അവരങ്ങ് പോയി കേട്ടോ. അങ്ങനെ അതൊരു ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ എനിക്ക് രാവിലെ കേട്ടോ ഞാൻ ഓടി വന്നു അണ്ണനോട് പറഞ്ഞു, കേട്ടോ അണ്ണനല്ലേ ഉള്ളൂ എന്നെ ഒരു യൂട്യൂബറായിട്ട് ഇതുവരെ അംഗീകരിക്കാത്തത്. കാണും, വീഡിയോ ഒക്കെ കാണും എൻ്റെ അണ്ണൻ, ലൈക്കൊക്കെ തരാറുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ അത് പറഞ്ഞു കേട്ടോ. കഥ പറഞ്ഞ് ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഒരു 15 ബാക്കി നമുക്ക് നമ്മുടെ കൈകളിൽ നമുക്ക് തേച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ച്. അങ്ങനെ രാവിലെ ഭയങ്കര ഒരു സന്തോഷം നടന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളെ തിരിച്ചറിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം എന്നെ കാണുന്നവരും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മളെ വെറുപ്പോടെയും ദേഷ്യത്തോടെയൊക്കെ കാണുന്നവരൊക്കെ കാണും കേട്ടോ. എല്ലാവർക്കും ഒന്നും നമ്മളെ ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെല്ലാവർക്കും ഉള്ളതാണ്. ഒന്നുമില്ല, സാരമില്ല. സന്തോഷവും സ്നേഹവും മാത്രം എല്ലാവരോടും കേട്ടോ. അപ്പോഴും നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒത്തിരി സമയമായി തോന്നുന്നു കേട്ടോ. കഥ പറഞ്ഞതുകൊണ്ട് ഇത്ര സമയമായിപ്പോയേ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അത് കൊല്ലല്ലേ എന്നുവെച്ച് സമയം കൂടിപ്പോയെന്ന് പറഞ്ഞ് എന്നെ കളഞ്ഞിട്ട് പോകല. ഞാൻ പോയിട്ട് ഓടി വരെ 15 മിനിറ്റ് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. കളയണ്ട. ഇങ്ങനെ ബാക്കി വരുന്നത് നമ്മുടെ പാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒട്ടും കളയരുത്, വേസ്റ്റ് ആക്കരുത്. നമ്മൾ അത്രയ്ക്ക് നമ്മുടെ ചേട്ടന്മാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ അത്രയ്ക്ക് ഇതായിട്ട് നമ്മൾ അത് ചിലവാക്കണം, പഠിക്കണം കേട്ടോ. നമുക്ക് 15 മിനിറ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി. മീശയൊക്കെ വന്നിരിക്കുന്നുണ്ട്, കൊമ്പൻ മീശ കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, നിങ്ങളെന്നും ഞാൻ മസാജ് ചെയ്യുന്ന കേട്ടോ. ഞാനിവിടെ ഇരുന്ന് ചെയ്തോളാം. നമ്മുടെ പായ്ക്കൊക്കെ ഇതേ ഇങ്ങനെയായി. ആൽമണ്ടൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്കൊരു എണ്ണയുടെ ഒരു ഇത് വരുമല്ലോ. അവിടെ കടലമാവ് കുറച്ചെടുത്താൽ മതി, 1 സ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ കുഞ്ഞായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യണം. അപ്പോഴേ ഒരു 15-20 മിനിറ്റായി. ഞാൻ ഈ 15 എന്ന് പറയുന്നത് ഞാൻ 20 മിനിറ്റ് വെക്കും കേട്ടോ. അപ്പോഴേ നമ്മൾ എന്തായാലും ഒരു പാക്കിട്ട് ഒരുപാട് ഇതൊന്നും ഉണങ്ങത്തില്ല കേട്ടോ. ഇതൊക്കെ ഓയിലി ഒരു ഇതല്ലേ, ഓയിലിൻ്റെ ഒരു ഇത് ഉണ്ടല്ലോ. അപ്പോഴും ഉണങ്ങത്തില്ല. അപ്പോഴും ഈ ഉണങ്ങുന്ന വേറെ പായ്ക്കുകളുണ്ടല്ലോ, എണ്ണ ഇതല്ലാതെ നമ്മൾ ചെയ്യുന്ന അതൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങാത്ത ഇപ്പോൾ ഒരു 15-20 മിനിറ്റായി കേട്ടോ. അപ്പോഴേ ഞാൻ കഴുകിക്കൊണ്ട് വരാം കേട്ടോ. കഴുകിക്കൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോഴും നമ്മൾ കഴുകിക്കൊണ്ടൊക്കെ വന്നു. ഈ ഒരു പായ്ക്ക് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, നമുക്ക് അപ്പോഴും തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കിടുക്കാച്ചി ടിപ്പാണ് ഇതൊക്കെ കേട്ടോ. ഇന്നലെ ചെയ്തതും നമ്മുടെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. നമുക്ക് ഫങ്ഷനോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണമെങ്കിൽ നമ്മൾ അപ്പോഴും പാർലറിലൊന്നും ഓടിപ്പോയി ഒന്നും വേണ്ട കേട്ടോ. ചിലപ്പം പൈസ കാണത്തില്ല, അപ്പോൾ അതൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഫങ്ഷന് പോയിക്കോ, ആരും ഒന്നും പറയത്തില്ല. അപ്പോഴവരൊക്കെ വിചാരിക്കും നമ്മൾ ഏതോ പാർലറിൽ പോയിട്ട് വന്നേക്കുവാണെന്ന്. ആരോടും പറയേണ്ട, നമ്മൾ ഈ ടിപ്പ് ചെയ്തിട്ടാണ് വന്നേന്ന് കേട്ടോ. ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. അത് ഇങ്ങനെ ഇതുമാതിരിയുള്ള കിടുക്കാച്ചി ഐറ്റങ്ങൾ എൻ്റെ കാക്കച്ചി വരെ പറയുന്നു. പിയാമ്മ പറയുന്നത് സത്യം തന്നെയാണെന്ന് ആ കാക്കച്ചി തന്നെ പറയുന്നു. നിങ്ങൾ കേട്ടോ.
അവൾ അലമ്പുണ്ടാക്കും കേട്ടോ, അത് കുശുമ്പ് ഇത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം, നമുക്ക് കിട്ടും, റിസൾട്ട് കിട്ടുന്നതാണ്. അത് ഞാൻ ഈ വീണ്ടും വീണ്ടും കിടുക്കാച്ചി കിടുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ, ചെയ്ത് നോക്കണം. നമ്മുടെ മൂക്കുത്തിയുടെ സൈഡിലൊക്കെ കാണും ചിലപ്പോൾ കേട്ടോ, ചെയ്ത് നോക്കണം. പിന്നെ നല്ല റിസൾട്ടാണ്. ആ ആൽമണ്ടൊക്കെ നമുക്ക് ചേർക്കുമ്പം തന്നെ നമ്മുടെ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും. ചിത്രശലഭം വരെ വന്നു പായ്ക്ക് തേടി കണ്ടോ, നിങ്ങൾ കാണുന്ന മേലിലാട്ടോ, സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ, കിട്ടും റിസൾട്ട്. വേവിക്കേണ്ട കുറുക്കേണ്ട ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്തങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരു തുള്ളി മതി കേട്ടോ, അപ്പോഴത്തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ കയ്യിൽ ഞാൻ ഒരുപാട് സമയം വെച്ചിരുന്നില്ല. കയ്യിൽ ഞാൻ മൊബൈലൊക്കെ കുത്താനും, അതുമല്ല ഞാൻ എന്തെങ്കിലും ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ കിടക്കാച്ചി പണികൾ നമുക്ക് വേറെ കാണും. അതുകൊണ്ട് കൈ നമുക്ക് ഞാൻ ഇച്ചിരി നേരം എന്നിട്ട് വെച്ചിരുന്നു. വ്യത്യാസം ഉണ്ടോ എനിക്കറിയാൻ വയ്യ, വ്യത്യാസം ഉണ്ടോ കൈക്ക്? വ്യത്യാസം കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണം. ഒരേ ഒരു തുള്ളി സത്യമായിട്ട് എത്ര കറുത്ത് വരും വെളുക്കുന്ന ഒരു നല്ലൊരു അടിപൊളി കിടുക്കാച്ചി പായ്ക്കാം. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ നിർത്തുകയാണ്. അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണണം കേട്ടോ.